നമസ്കാരം. ഇലക്ഷൻ ചാനൽ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാടിൻ്റെ രാഷ്ട്രീയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായ പരാജയം നേരിട്ട ഇടതുമുന്നണി CPM-ന് മണ്ഡലത്തിൽ തിരിച്ചു വരാനാകുമോ? VK ശ്രീകണ്ഠൻ എന്ന DCC പ്രസിഡന്റ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിലേക്ക് വരികയും അവിടെ വിജയക്കൊടി നാട്ടുകയുമായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണത്തെ വെല്ലുവിളി VK ശ്രീകണ്ഠന്റെ ജനപ്രീതി തന്നെയാണ് ഇടതുമുന്നണിക്ക്. സംസ്ഥാനത്ത് BJP അവരുടെ ശക്തി കേന്ദ്രമായി കരുതുന്ന ഇടമാണ് പാലക്കാട്. പാലക്കാട് വിജയപ്രതീക്ഷയ്ക്കപ്പുറം അവിടെ മികച്ച സാന്നിധ്യമാവുക തന്നെയാവും BJP-യും ലക്ഷ്യമിടുന്നത്. പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമ്പോൾ ആർക്കനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും? സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ള പാലക്കാട് നിന്നാണ് ഇന്ന് ഇലക്ഷൻ ചാനലിൻ്റെ പരിശോധനകൾ. പാലക്കാടിൻ്റെ രാഷ്ട്രീയം ആർക്കനുകൂലം? ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, നമ്മൾ പാലക്കാടിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഏറെ സങ്കീർണവും ഏറെ നിർണായകവുമാണ് പാലക്കാട്. 1957 മുതൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിക്കുമ്പോൾ മുതൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം നിലവിലുണ്ട്. പക്ഷേ മണ്ഡലത്തിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് താനും. മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും തവണ ഇടതുമുന്നണിയെ, പ്രത്യേകിച്ച് CPM സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ചരിത്രമാണ് പാലക്കാടിനുള്ളത്. പക്ഷേ എന്ന് വെച്ച് പാലക്കാട് ഒരു ഇടതു കോട്ട എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ 96 മുതൽ പിന്നീട് ഇങ്ങോട്ട് NN കൃഷ്ണദാസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കൃത്യമായി ഇടതുമുന്നണിയെ മാത്രം വിജയിപ്പിച്ചിരുന്ന ഇടമായിരുന്ന പാലക്കാട് കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയമാണ് സംഭവിച്ചത്. അവിടെ കോൺഗ്രസിലെ VK ശ്രീകണ്ഠൻ വിജയിച്ചു കയറി. ഇത്തവണ വീണ്ടും പാലക്കാടിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി CPM ആരെ കളത്തിലിറക്കും? ഒപ്പം തിരിച്ചുപിടിക്കുക എന്ന ഇടതുമുന്നണിയുടെ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ എന്തൊക്കെ പ്രതികൂല ഘടകങ്ങളാണ് അവിടെ നിലവിലുള്ളത്? BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താ എന്ന പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. മനു, നമ്മൾ പാലക്കാടിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പാലക്കാട് പൊതുവിൽ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രത്തിൽ കൃത്യമായ ഇടതു മേൽക്കോയ്മയുണ്ട്. പക്ഷേ ലോക്സഭയിൽ കഴിഞ്ഞ തവണ അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടായി. എനിക്ക് തോന്നുന്നു 11,000 പരം വോട്ടുകൾക്ക് മാത്രമാണ് VK ശ്രീകണ്ഠൻ വിജയിച്ച് കയറിയത്. ഇത്തവണത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് തിരിച്ചെത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുന്നുണ്ടോ? പാലക്കാടിൻ്റെ ഒരു സവിശേഷത, അത് ഇടതുമുന്നണിക്ക് ഈ സൈറ്റ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു ശക്തി കേന്ദ്രമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ നിലവിൽ ജയിച്ചു നിൽക്കുന്നത് UDF-ന്റെ MP ആണ്. BJP-യും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം. സൈറ്റ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഫാക്ടർ കൂടി അവിടെ വളരെ പ്രസക്തമാണ്. ഭൂരിപക്ഷം 11,637. അപ്പോൾ ആ ഒരു ചെറിയ ഭൂരിപക്ഷമേ VK ശ്രീകണ്ഠന് കഴിഞ്ഞ തവണ ഈ വലിയ അനുകൂല തരംഗമുണ്ടായിട്ടും നേടാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണ VK ശ്രീകണ്ഠൻ കുറെ കൂടി കരുത്തനാണ്. അദ്ദേഹം മണ്ഡലത്തിലുടനീളം പ്രവർത്തിച്ച് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ജനസമ്മതി നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സ് അവിടെ വരുന്നു. അതേസമയം BJP-യും അവരുടെ ശക്തി വലിയ തോതിൽ അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം 6 ടേം തുടർച്ചയായി ഭരിച്ചെടുത്തു നിന്നാണ് അവർക്ക് ഈ അപ്രതീക്ഷിതമായ ആഘാതം കിട്ടുന്നത്. അതും നിസ്സാരനായ ഒരു വ്യക്തിയല്ല. അവിടെ അതിന് മുമ്പത്തെ വർഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച MP രാജേഷ്, അതായത് പിന്നെ വീരേന്ദ്രകുമാറിനെതിരെ 1,05,000-ഓളം വോട്ടുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 1,05,300-ലധികം വോട്ടുകൾക്ക് ജയിച്ച രാജേഷാണ് പിന്നീട് 11,600 വോട്ടുകൾക്ക്, 637 വോട്ടുകൾക്ക് താഴോട്ട് വീഴുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമാവുകയും ചെയ്യുന്നത്. കാരണം ഇവിടെ ജയം ആർക്ക് എന്നത് അപ്രസക്തമാകുന്നു. എല്ലാവർക്കും അല്ലെങ്കിൽ അപ്രതീക്ഷിതം വിജയങ്ങൾ ഉണ്ടാകാം, ആർക്കെന്ന് പ്രവചനാതീതമാകുന്നു. 3 പേർക്കും ഒരു വലിയ സാധ്യതകൾ ഉണ്ട് എന്ന ആത്മവിശ്വാസം ഉള്ളൊരു മണ്ഡലം കൂടിയാണ്. ശരി, എന്തായാലും പാലക്കാടിൻ്റെ പൊതുവായ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കാം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, ഒപ്പം മലമ്പുഴ, പാലക്കാട്, ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട് എന്നതാണ് പൊതുവായ രാഷ്ട്രീയ സാഹചര്യം. ഒപ്പം പാലക്കാടിൻ്റെ പ്രത്യേകതകൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്. കാരണം അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ
3 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ ഉള്ളത് എന്നതാണ്. ഒപ്പം ഈ 2014 ഒപ്പം തന്നെ 2019 രണ്ട് തെരഞ്ഞെടുപ്പുകളെ താരതമ്യം ചെയ്യുമ്പോഴും ആ ഒരു പ്രകടമായ സാഹചര്യം അവിടെ വ്യക്തമാണ് താനും. മനു, ഈ 2014 എന്നത് MP രാജേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം MP വീരേന്ദ്രകുമാറിനോട് 2014 ഏറ്റുമുട്ടുമ്പോൾ ആദ്യവട്ടത്തിൽ, അതായത് പുതുമുഖമായി വന്ന് MP രാജേഷ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയം നേടിയതാണ്. 2019 വരുമ്പോഴാണ് ഈ അട്ടിമറികൾ പലതും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞ തവണത്തെ ഒരു അട്ടിമറി, അല്ലേ? അല്ല, MP രാജേഷ് പിന്നെ ഒരു പുതിയതായി വരുന്ന ഒരാളായിരുന്നെങ്കിലും അവിടെ 4 വർഷം തുടർച്ചയായി NN കൃഷ്ണദാസ് അവിടെ 4 ടേം തുടർച്ചയായി ഭരണം പിടിച്ചെടുക്കുകയും ഏറ്റവും ഒടുവിലത്തെ തവണ 98,158 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ മണ്ഡലം MP രാജേഷ് കിട്ടുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഫൈറ്റർ സതീശൻ പാച്ചേനി അവിടെ വന്നിറങ്ങുന്നു. അദ്ദേഹത്തിന് ആ നിലയ്ക്ക് വലിയ സ്വാധീനം കിട്ടുന്നു. അപ്പോൾ ഈ CPM-നെതിരെ പോരാടാൻ കരുത്തുള്ള കണ്ണൂർ എന്നതൊക്കെ ഉള്ളൊരു വലിയ അങ്ങനെയൊക്കെ ഒരു പ്രചാരണം നടന്നു. അങ്ങനെ കണ്ണൂരിൻ്റെ കരുത്തനായ സതീശൻ പാച്ചേനി എത്തുന്നു എന്നത് വലിയ ഒരു വിഷയമാകുന്നു. അദ്ദേഹത്തിന് A ഗ്രൂപ്പിൻ്റെ വലിയ പിന്തുണയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒട്ടനവധി പടലപ്പിണക്കങ്ങളുണ്ടായിട്ടും നേരിയ വോട്ടിനാണ് സതീശൻ പാച്ചേനി തോറ്റത്. അങ്ങനെയാണ് രാജേഷിന് അങ്ങനെ അത്. പക്ഷെ അതിന് അടുത്ത തവണ ഇത് കണ്ടുകൊണ്ടാണ് MP വീരേന്ദ്രകുമാറിന് അവിടെ സീറ്റ് നൽകുന്നത്. അപ്പോൾ ഈ വെറും 1800 വോട്ട് ആ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി ഒന്ന് പരാമർശിച്ച് പോകാൻ തോന്നുന്നു. അതായത് ഇടതുമുന്നണിയിൽ ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചു പോയി UDF-ൽ എത്തുമ്പോൾ ലഭിക്കുന്ന സീറ്റ് പാലക്കാടായിരുന്നു. അത് പാലക്കാടാണ്. അന്ന് എനിക്ക് തോന്നുന്നു VM സുധീരനാണ് ഈ MP വീരേന്ദ്രകുമാറിനെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം അദ്ദേഹം VM സുധീരൻ അന്ന് MP വീരേന്ദ്രകുമാറിനോട് നിർദ്ദേശിച്ചത് ഇത് 1800 വോട്ടിൻ്റെ മാത്രം ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അവിടെ വീരേന്ദ്രകുമാറിനെ പോലെ കുറെ കൂടി രാഷ്ട്രീയ പരിചയവും പക്വതയൊക്കെ ഉള്ള ഒരാൾ മത്സരിച്ചാൽ അത് അനായാസം ജയിക്കാവുന്ന ഒരു സീറ്റാണ് എന്നൊരു ഇത് അദ്ദേഹത്തിന് നൽകി. പക്ഷേ അവിടെ MP വീരേന്ദ്രകുമാറിന് പ്രത്യേകിച്ച് ജനതാദളിന് അങ്ങനെ ഇപ്പോൾ ചിറ്റൂർ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലൊക്കെ ചില ഉണ്ടെങ്കിലും അങ്ങനെ അല്ലാതെ പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ആ ഒരു കരുത്തില്ല. അതാണ് പിന്നെ ഈ MP വീരേന്ദ്രകുമാറിന് തിരിച്ചടിയായത്. അതിൽ നിന്നാണ് അതിനുശേഷം, കാരണം ഈ 2009 ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ചിറ്റൂർ പോലുള്ള മേഖലകളൊക്കെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ MP വീരേന്ദ്രകുമാറിന് പ്രതീക്ഷിച്ചത്ര ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് സാഹചര്യം കഴിഞ്ഞ തവണ വളരെ വ്യത്യസ്തമായിരുന്നു. ശ്രീകണ്ഠൻ പോലും അദ്ദേഹം ജയിക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല UDF പോലും അവരുടെ സാധ്യത ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നില്ല പാലക്കാട്. ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ശ്രീകണ്ഠൻ അന്ന് പറഞ്ഞ 26-ാം തീയതി മറ്റേ കൗണ്ടിങ് നടത്തി. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, 26-ാം തീയതി കഴിഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയും 26-ാം തീയതി കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ വിളിച്ചപ്പോൾ അത് ഞാൻ ഓർക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല മനു, ഞാൻ ഓർക്കുന്നു ഈ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നത്. അന്ന് ഈ KPCC-യുടെ DCC പ്രസിഡന്റ്മാരിൽ അത്ര ശക്തനായ ഒരാളായിട്ടൊന്നുമല്ല ശ്രീകണ്ഠനെ അന്ന് KPCC പോലും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ശ്രീകണ്ഠൻ ഉണ്ടായൊരു നേട്ടം, അത് ഇത്തവണയും ആ ട്രസ്റ്റ് അദ്ദേഹം ഉണ്ടായി. ഒന്ന്, മണ്ണാർക്കാട് മേഖലയിൽ CPM-നകത്ത് ഒരുപാട് പടലപ്പിണക്കങ്ങളുണ്ടായി, ആ പ്രശ്നങ്ങളുണ്ടായി, ആ വിഭാഗീയതയുണ്ടായി. PK ശശിയുടെ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ ഒരു പരാമർശം ഉണ്ടായില്ല അന്നത്തെ, ഓർമ്മയില്ലേ? അന്ന് അന്വേഷണ കമ്മീഷൻ ശ്രീമതി ടീച്ചറൊക്കെ പോവുകയും ഇതൊക്കെ. അപ്പോൾ അത് തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ചൊല്ലിയുള്ളൊരു ഒട്ടനവധി പ്രശ്നങ്ങൾ വരികയും MP രാജേഷിനെതിരെ P ശശി ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ഇത് വരികയും MP രാജേഷ് ഇത്തരം നിലപാടുകൾക്കെതിരെ, അതായത് ഈ സ്ത്രീ പെൺകുട്ടിയുടെ പരാതിക്കൊപ്പം നിന്നു എന്നൊക്കെ ഉള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് പൊതുവെ ഉണ്ടായത്. ഏതായാലും അതൊരു തർക്കമായി മണ്ണാർക്കാട് മണ്ഡലത്തിൽ 20,000-ഓളം, ഏകദേശം 19,000. അതായത് അവിടെ പിന്നെ MP രാജേഷ് 48,625 വോട്ട് കിട്ടിയപ്പോൾ ശ്രീകണ്ഠൻ്റെ ലീഡ് 78,289 എന്ന് വെച്ചാൽ ആ ലീഡ് എന്ന് പറയുന്നത് 29,000-ത്തിനടുത്ത് വോട്ടിൻ്റെ ലീഡാണ്. അപ്പോൾ 11,000 ഇവിടെ എടുക്കാൻ കഴിഞ്ഞത് ഈ മണ്ണാർക്കാടിൻ്റെ ഒരു കരുത്താണ്. അപ്പം മാത്രമല്ല ഈ പട്ടാമ്പിയിൽ 2 തവണ മുഹമ്മദ് മുഹ്സിൻ ജയിച്ച ആ മണ്ഡലത്തിലും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ ഈ മണ്ണാർക്കാട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കലും അവിടെ നിയമസഭാ ചരിത്രത്തിൽ ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ അന്ന് അവിടെ
ശ്രീകണ്ഠന് കഴിഞ്ഞ തവണ കിട്ടിയത് എന്നുള്ളത്? ആ രണ്ട് ഫാക്ടേഴ്സ് അവിടെ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, CPIക്ക് കുറച്ച് പാലക്കാട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. CPI കാൻഡിഡേറ്റ്സ് അവിടെ മത്സരിക്കാറുണ്ട്. ഒന്നത്. രണ്ട്, ഇപ്പം രണ്ടാമത്തെ ഒരു വലിയ കേന്ദ്രം, ഇവർക്ക് വോട്ട് 17,000 ചില്ലാനും വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലം പട്ടാമ്പിയാണല്ലോ. അവിടെയും നമ്മൾ 2 തവണ മുഹമ്മദ് മുഹ്സിൻ ജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നിന്നും ഈ പ്രതീക്ഷിച്ച ഇത് കിട്ടാത്തത് ഇവർ തമ്മിലുള്ളൊരു തർക്കമാണോ എന്നൊരു സംശയം അന്ന് ഉയർന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് പ്രദേശത്തും വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ ശ്രീകണ്ഠന് അനുകൂലമായി നടന്നു എന്നതാണ് നമുക്ക് അതിൽ നിന്ന്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളെ ഓരോ പാർട്ടിക്കും ഉള്ള ഒരു മേധാവിത്വമല്ല സ്വാധീന ശക്തി വിലയിരുത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ വിലയിരുത്താം? ഇടതു മുന്നണിയെ സംബന്ധിച്ച് ഷൊർണൂരും ഒറ്റപ്പാലവും കോങ്ങാട് മലമ്പുഴ, ആ ഒരു കണക്ക് ശരിയാകുമോ? കോങ്ങാട് ഇടതു മുന്നണിയുടെ ഒരു വലിയ കോട്ടയാണ്. അവിടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സംവരണ മണ്ഡലം എന്ന നിലയിലൊക്കെ അത് എല്ലാ കാലത്തും പിന്നെ കോങ്ങാട് അതിൻ്റെ മണ്ഡലം ഉണ്ടാക്കിയ കാലം തൊട്ട് എല്ലാ കാലത്തും ഇടതു മുന്നണിക്കൊപ്പം നിന്നാണ്. ഒറ്റപ്പാലത്തും സമാനമായ രീതിയിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ MP രാജേഷിന് ആ ഷൊർണൂർ മേഖലയിൽ ഒരു സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ്, ആ പ്രദേശത്തുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒറ്റപ്പാലം ഷൊർണൂർ മേഖലയിൽ രണ്ടുപേർക്ക് സ്വാധീനമുണ്ട്. ശ്രീകണ്ഠനും അവിടെ ഷൊർണൂറിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നഗരസഭയിലുമൊക്കെ അദ്ദേഹം പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ ആ മേഖലകളിൽ ഒറ്റപ്പാലത്തും ഷൊർണൂറിലും ഒക്കെ ഒരു CPM-ന് ഒരു മേൽക്കൈയുണ്ട്. അതേസമയം പട്ടാമ്പിയിൽ ഈ മേൽക്കൈ കഴിഞ്ഞ തവണ പ്രകടമായത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ്. അവിടെ ഒരുപക്ഷെ പിന്നെ സ്ഥാനാർത്ഥി MLA മറുചേരിയിൽ നിന്നായിരിക്കാം, പക്ഷേ അത് പാർലമെന്റ് ഇലക്ഷനിലേക്ക് വരുമ്പം അത് കോൺഗ്രസിന് അനുകൂലമായി. അതായത് മനു, കഴിഞ്ഞ തവണ ശ്രീകണ്ഠന് 1,00,000-ൽ പരം 10,000-ൽ പരം ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുമ്പോഴും 4 നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്തത്. അതെ, ഇടതുമുന്നണി 3 ലീഡ് കൊണ്ടാണ് വിജയം സാധ്യമാക്കിയത്. അതെ, അതിൽ പ്രധാനമായത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടും പട്ടാമ്പി ഒന്ന് പിന്തുണച്ചു. പാലക്കാടിൽ ടൗണിൽ ഒരു നേരിയ ഭൂരിപക്ഷം കിട്ടി. പക്ഷെ പാലക്കാട് നഗരം കൂടുതലും ഈ നമ്മുടെ BJPക്ക് അനുകൂലമായുള്ളൊരു ട്രെൻഡാണല്ലോ അവിടെയുള്ളത്. അവിടെ നഗരസഭയൊക്കെ BJP-യാണ് ഭരിക്കുന്നത്. അപ്പോൾ പക്ഷേ എന്തായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് വന്നപ്പോൾ അതിൻ്റെ നഗരസഭയിൽ BJPക്ക് അവിടെ വലിയ ശ്രീകണ്ഠൻ 48,000 വോട്ട് പിടിക്കുമ്പോൾ പിന്നെ 40,000 39,900 വോട്ടുകളോളം BJPക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഈക്വൽ ഫൈറ്റ് BJP കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള ചില പഞ്ചായത്തുകളുണ്ട് നഗരത്തിനോട് അടുത്ത് കിടന്ന്. ആ പഞ്ചായത്തുകളിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈയുണ്ട്. അത് ഈ ഷാഫി പറമ്പിലും ഒക്കെ അവിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഗ്രസ് അനുകൂല ട്രെൻഡുണ്ട്. അപ്പോൾ ആ പാലക്കാട് മണ്ഡലം, മണ്ണാർക്കാട് മണ്ഡലം, പട്ടാമ്പി മണ്ഡലം, അതിൽ പാലക്കാട് ടൗൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഒരു 4,000 വോട്ടിൻ്റെ ലീഡേ ഉണ്ടായുള്ളൂ. പക്ഷെ മറ്റ് 2 കൂടി വെച്ചാണ് ഈ ശ്രീകണ്ഠന് ശക്തി കേന്ദ്രമായി അവിടെ മാറി. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തവണത്തെ വിജയത്തിന് മുസ്ലിം ലീഗിനോടും ഏറെ കടപ്പെടേണ്ടി വരും കോൺഗ്രസ്. കാരണം മണ്ണാർക്കാട് അവിടെ ലീഗിന് സ്വാധീനമുള്ള ഇടമാണ്, ലീഗിന്റെ MLA കൂടിയുള്ള ഇടമാണ്. അതുകൊണ്ട് ഷംസുദ്ദീൻ അവിടുത്തെ MLA. അപ്പോൾ സ്വാഭാവികമായും ലീഗും വളരെ നന്നായി UDF-നൊപ്പം നിന്നു എന്നല്ല. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച CPM-ലെ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ 2019-ലെയും 2014-ലെയും വോട്ടിംഗ് ശതമാനം ഒന്ന് താരതമ്യം കൂടി ചെയ്യാം. 2014-ൽ നമുക്ക് MP രാജേഷ് കൂടുതൽ ഭൂരിപക്ഷം നേടിയ 2014-ൽ ഇടതുമുന്നണിക്ക് 45% വോട്ടാണ് ലഭിച്ചത്. അതേസമയം ആ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-ന് ലഭിച്ച ഭൂരിപക്ഷം വോട്ടിംഗ് ശതമാനം 34.21%. അതായത് MP വീരേന്ദ്രകുമാറാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. BJP-യുടെ പരിശോധിക്കുമ്പോൾ BJP-ക്ക് 15% അന്ന് വോട്ടിംഗ് ഷെയർ ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല അവിടുത്തെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. 2014-ൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. 2019-ലേക്ക് വരുമ്പോൾ അവിടുത്തെ ചിത്രം പരിശോധിക്കുക. ഇടതു മുന്നണിയുടെ സ്ഥാനത്ത് UDF-ന് അവിടെ ഭൂരിപക്ഷമാകുന്നു. UDF-ന്റെ വോട്ടിംഗ് ശതമാനം അവിടെ 38.83% അവിടെ UDF-ന്റെ പോളിംഗ് പെർസെൻറ്റേജ് ഉയരുന്നു. ഇടതുമുന്നണിയുടേത് 37.7% തായിരുന്നു. അതായത് അതിന്റെ കൃത്യമായ കണക്കുകൾ നോക്കുമ്പോൾ ഈ ആറ്റിങ്ങിൽ സംഭവിച്ച അതേപോലെ തന്നെ 2014-ൽ ഈ 45% വോട്ടുണ്ടാവുന്നത് പെട്ടെന്ന് അതൊരു 38-ലേക്ക് അല്ലെങ്കിൽ 37-ലേക്കൊക്കെ 37.7-ലേക്ക് താഴുന്നു എന്നൊരു സാഹചര്യം LDF-ൽ ഉണ്ടായി. അത് പിന്നെ എങ്ങനെ സംഭവിച്ചു? അതായത് കൃത്യമായി പറഞ്ഞാൽ 7.3% വോട്ടിന്റെ കുറവുണ്ടായി.
കൃഷ്ണകുമാറിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ നോക്കൂ, കൃഷ്ണകുമാർ 21% പോളിംഗ് ശതമാനം BJP ഉയർത്തുന്നു. അതായത് ശോഭാ സുരേനിൽ നിന്ന് മാറി കൃഷ്ണകുമാർ വരുമ്പോൾ അതൊരു പക്ഷേ സ്ഥാനാർത്ഥിയുടെ മാറ്റം ഗുണം ചെയ്തിരിക്കാം. അതിനുമപ്പുറം BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഉണ്ടായിരുന്നത് അവർ ഗുണപ്പെടുത്തിയതാവാം. പാലക്കാട് അവരുടെ ശക്തിക മേഖല കൂടിയാണ്. അതുകൊണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ പുറത്തുള്ള ഒരാളാണ്. കൃഷ്ണകുമാർ പാലക്കാടുകാരനാണ്. നഗരസഭയിൽ അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ മലമ്പുഴയിൽ സ്വാധീനമുള്ള ഒരാളാണ്. മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിന് നല്ലൊരു മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മലമ്പുഴയിൽ നമ്മൾ ഇപ്പോൾ ഈ കോൺഗ്രസിന് 47,000 വോട്ട് കിട്ടുമ്പോൾ 41,000 വോട്ട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണകുമാറിന്. മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് മലമ്പുഴയ്ക്ക് വരാനും കഴിഞ്ഞു. അതെ, അങ്ങനെയുണ്ട്. നമുക്ക് 2019 സ്ഥാനാർത്ഥികൾ VK ശ്രീകണ്ഠൻ, MB രാജേഷ്, C കൃഷ്ണകുമാർ. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുള്ള 3 സ്ഥാനാർത്ഥികൾ. അവരെങ്ങനെയായിരുന്നു? ശ്രീകണ്ഠനും MB രാജേഷും C കൃഷ്ണകുമാറും. 2014 ചിത്രം MB രാജേഷും MB വീരേന്ദ്രകുമാറും ശോഭാ സുരേന്ദ്രനും. ഇതായിരുന്നു കഴിഞ്ഞ നമുക്ക് തൊട്ടു മുന്നിലുള്ള 2014 2019 തെരഞ്ഞെടുപ്പ് ചിത്രം എന്നത് പരിശോധിക്കാം. പിന്നെ ഈ ശ്രീകണ്ഠന് കഴിഞ്ഞ തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളായി എന്ന ഒരു പ്രധാനപ്പെട്ട പരിശോധന കൂടി മനു നമുക്ക് നടത്തേണ്ടി വരും. 2019 എന്തുകൊണ്ട് ശ്രീകണ്ഠൻ ജയിച്ചു എന്ന ഒരു ഫാക്ട് കൂടി പരിശോധിക്കുക. അവിടെ ന്യൂനപക്ഷ വോട്ടർമാരുടെ പിന്തുണ തീർച്ചയായും അനുകൂല ഘടകമായി. കഴിഞ്ഞ 2019 സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2019 രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞു വീശിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ UDFന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകൾ ഗുണം ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ഫാക്ടർ ഞാൻ കാണുന്നത് ശബരിമലയാണ്. അതെ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും അതിലൊരു രസകരമായൊരു ഫാക്ടർ നമ്മൾ നോക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിലും ആ ന്യൂനപക്ഷ ഇതിൽ തന്നെയാണ് VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ അത് നേരത്തെ തുടങ്ങിയല്ലോ. അതെല്ലാം ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തൻ്റെ സ്വാധീനമുണ്ടെന്നും അത് പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനം അത് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ 2024 തെരഞ്ഞെടുപ്പിലെ പ്രധാന ഫാക്ടർ കൂടി ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ടാകുന്നത്. അത് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ശ്രീകണ്ഠൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കാൻ പോകുന്നത്. ശരി, അങ്ങനെ കഴിഞ്ഞ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു. അതിനുശേഷം ഇനി പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്താണ് സാധ്യത, എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ്. 2 സ്ഥാനാർത്ഥികൾ നമുക്ക് ഉറപ്പിക്കാം. അതൊന്ന് ശ്രീകണ്ഠൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകും, മറ്റൊന്ന് C കൃഷ്ണകുമാറാണ്. C കൃഷ്ണകുമാർ തന്നെയായിരിക്കും BJP സ്ഥാനാർത്ഥി എന്നതും ഏറെക്കുറെ ഉറപ്പാണ്. മനു, A വിജയരാഘവൻ എന്ന പേര് ഇടതുമുന്നണി കേന്ദ്രങ്ങളിൽ സജീവമായി കേൾക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ പേര് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ജില്ലാ നേതൃത്വം അതിലൊരു മനസ്സ് തുറന്നിട്ടില്ല. ഒരു പുതുമുഖമോ അല്ലെങ്കിൽ മറ്റൊരു ചെറുപ്പം സ്ഥാനാർത്ഥിയോ വേണമെന്ന ആഗ്രഹമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അവിടെ A വിജയരാഘവൻ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മത്സരിച്ചതിൻ്റെ ഒരു ഇതുണ്ട്. അന്ന് പാലക്കാട് VS വിജയരാഘവൻ 2 ടേം തുടർച്ചയായി ജയിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. 80കളോടുകൂടി നമ്മൾ ഈ 89 A വിജയരാഘവന്റെ വിജയം ഉണ്ടാവുന്നത്. 89 അതായത് 80 VS, ഞാൻ പറയുന്നത് VS വിജയരാഘവൻ 80 വരുന്നു. പിന്നെ 84 ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ തരംഗമുണ്ടാകുന്നു. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിലാണ് 89 A വിജയരാഘവൻ ജയിക്കുന്നത്. അപ്പോൾ A വിജയരാഘവൻ ജയിച്ചപ്പോൾ VS വിജയരാഘവൻ, രണ്ടുപേരും പേരൊന്നാണല്ലോ, VS വിജയരാഘവൻ പറഞ്ഞത് ഈ പിന്നെ 89 ജയിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത വർഷം തന്നെ പോകേണ്ടി വന്നല്ലോ. കാരണം അന്ന് ഒരു ചില അസ്ഥിരതകൾ ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ VS വിജയരാഘവൻ അന്നൊരു പ്രചരണം നടത്തി. 89 കഴിഞ്ഞ് 91 വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അധികകാലം പാർലമെന്റിൽ ഉണ്ടാവില്ല, വീണ്ടും വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് അന്ന് നാട്ടിലൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ആ വിജയം, A വിജയരാഘവൻ അന്ന് കുറെ കൂടി ചെറുപ്പമാണ്. VS വിജയരാഘവൻ കുറെ കൂടി പിന്നെ പ്രായമുള്ള അതേ ഒരു കർഷകനാണ്. ഇദ്ദേഹം കർഷക തൊഴിലാളികളുടെ നേതാവാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. വളരെ രസകരമായ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അന്നത്തെ ഒരു വലിയ ഏറ്റുമുട്ടൽ അദ്ദേഹത്തിൻ്റെ അന്ന് A വിജയരാഘവൻ്റെ കുറെ കൂടി ഒരു യുവാവ് ബ്ലഡ് എന്നൊക്കെയുള്ള നിലയിലൊക്കെ വന്ന്, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും VS വിജയരാഘവൻ തൻ്റെ ശക്തി തെളിയിക്കുന്നു. അപ്പോൾ ആ ഒരു പരിചയം അദ്ദേഹത്തിന് ഉണ്ട്. മാത്രമല്ല NN കൃഷ്ണദാസിന് പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയൊരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്ന എല്ലായിടത്തും വലിയ ഭൂരിപക്ഷത്തിലൊരു വിജയം ആദ്യത്തെ 3 ടേമിൽ NN കൃഷ്ണദാസിന് ഉണ്ടായിട്ടില്ല. 30,000-ൻ്റെയൊക്കെ ഒരു ഭൂരിപക്ഷം. പക്ഷേ ലാസ്റ്റ് ടേം ആകുമ്പോഴത്തേക്കും അത് വലിയ ഭൂരിപക്ഷമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനു, നമുക്ക് കൃഷ്ണകുമാർ തന്നെ വീണ്ടും BJP സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാവും കൃഷ്ണകുമാറിന് അനുകൂല ഘടകമെന്നതാണ്. കൃഷ്ണകുമാർ നമുക്കറിയാം പാലക്കാട് BJPയെ സംബന്ധിച്ച് ആ നഗരത്തിലും സാധാരണ ജനങ്ങൾക്കിടയിലും പൊതുവിലുണ്ടായിരുന്ന ഒരു ജനപിന്തുണ, ജനകീയ മുഖം, ഒരുപക്ഷെ BJP കേന്ദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷി, അതൊക്കെ കൃഷ്ണകുമാറിന്റെ പ്രത്യേകതയാണ്. അതെ, മാത്രമല്ല കൃഷ്ണകുമാർ അവിടെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ സംവരണമായതുകൊണ്ട് മാറിക്കൊടുത്തു എന്നേ ഉള്ളൂ.
മാത്രമല്ല BJPയിലെ അവിടുത്തെ ഒരു സ്ട്രോങ് ഫേസാണ്. RSSന്റെ വലിയ പിന്തുണയുള്ള ആൾ. കാരണം സംഘപ്രവർത്തകനായി വളരെ ചെറുപ്പം തൊട്ടേ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണകുമാർ. അതുകൂടാതെ ഈ കൃഷ്ണകുമാറിന് അവിടെ ഈ മലമ്പുഴ പോലുള്ള കഞ്ചിക്കോട് പോലുള്ള വ്യവസായ ബെൽറ്റുകളിലുള്ള പ്രവർത്തകരുമായി വലിയ ഇതുണ്ടായിരുന്നു. മാത്രമല്ല കൃഷ്ണകുമാർ ആളുകളുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ചെന്ന് ഇടപെടുകയും സാധാരണ ഈ BJP നേതാക്കൾ നമ്മൾ പലപ്പോഴും ഈ കാണുന്ന പോലത്തെ ഒരു വൈറ്റ് കോളർ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ആളുകളുടെ പ്രശ്നങ്ങൾ അതിപ്പോൾ അവരെ ഇപ്പോൾ CPM BJP ആക്രമണം ഉണ്ടാകുമ്പോഴോ അല്ലാതെ അവരുടെ ആശുപത്രി അങ്ങനെയൊക്കെ എല്ലാ മേഖലകളിലും പെട്ടെന്ന് ഓടിച്ചെന്ന് സഹായിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ജനകീയ മുഖം ശ്രീ കൃഷ്ണകുമാറിനുണ്ട്. വിജയരാഘവന് അനുഭവ സമ്പത്തുണ്ട്. വിജയിച്ചതിൻ്റെ ഒരു മേൽക്കോയ്മ പിന്നെ ശ്രീകണ്ഠനുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മണ്ഡലത്തിൻ്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടി പരിശോധിക്കാം. പ്രധാന പ്രചരണ വിഷയങ്ങൾ തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും, വികസന വിഷയങ്ങൾ കടന്നു വരും, കാർഷിക മേഖലയിലെ പ്രശ്നം വരും. എനിക്ക് തോന്നുന്നു ഈ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമായി ഒരുപക്ഷെ പാലക്കാട് മാറി. അത്തരം ഘടകം കൂടിയുണ്ട്. നെൽകർഷകരുടെ സ്ഥിതി അവിടെ വളരെ പരിതാപകരമാണ്. ജലസേചനത്തെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒപ്പം ഈ നെല്ലിൻ്റെ പ്രശ്നം അറിയാലോ, ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കുന്നവരാണ്. ഒപ്പം തന്നെ ഈ മണ്ണാർക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ ഈ റബ്ബറും നാണ്യവിളകളും ഒക്കെ ധാരാളമുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ കർഷകരുടെ അത്തരം പ്രശ്നങ്ങൾ കോങ്ങാട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെയുള്ള മറ്റ് ഷൊർണൂറായാലും അവിടെയൊക്കെയുള്ള നെൽകൃഷി തന്നെയാണ് പ്രധാനമായും. അത്തരം കൃഷികളുടെയൊക്കെ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൽ ഇത് ഇത്രയേ ഉള്ളൂ. ബേസിക്കായി ഈ പട്ടാമ്പിയിൽ ഉണ്ടായ മേൽക്കോയ്മ 7400ഓളം വോട്ടിൻ്റെ മേൽക്കോയ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ് 17,000-ൻ്റെ താഴോട്ട് പോയി. ഷൊർണൂരിൽ ഇത് 13,000-ൻ്റെ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്തിൽ 9,000-ൻ്റെ ഒരു കുറവ് LDFന് സംഭവിച്ചു. മലപ്പുഴയിൽ ഒരു 5,000-ൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു. കോങ്ങാട് 12,000 വോട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ മേഖലകളിലും മുന്നിട്ട് നിന്നുവെങ്കിലും വലിയ മേൽക്കൈ നഷ്ടമാകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്ട് ചെയ്യുമോ, സമാനമായ രീതിയിലായിരിക്കുമോ എന്നതാണ് നമുക്ക് മുന്നിൽ കാണേണ്ടത്. എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. വിജയരാഘവൻ എന്ന സാധ്യതയിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ച നടത്തിയെങ്കിൽ കൂടിയും M സ്വരാജ് പോലുള്ള പേരുകൾക്ക് അവിടെ പ്രാദേശികമായി വലിയ പ്രാമുഖ്യം കിട്ടുന്നുണ്ട്. സ്വരാജിനെ പോലെയുള്ള ഒരു യൂത്ത് മുഖം വന്നാൽ അവിടെ കൂടുതൽ പാർട്ടി ഇടങ്ങൾക്കും അപ്പുറത്തേക്കും വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പ്രാദേശികമായി അവിടെ ഉയരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. പാലക്കാടിൻ്റെ രാഷ്ട്രീയം ഇത്തവണ വിധി എഴുതുമ്പോൾ പലതുകൊണ്ടും സങ്കീർണമാണ്, ഒപ്പം നിർണായകവുമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നിരവധി പ്രധാന മുഖങ്ങൾ കടന്നുപോയ ഒരു ലോക്സഭാ മണ്ഡലമാണ് AKG, ഒപ്പം EK നയനാർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ടവർക്കെല്ലാം ലോക്സഭയിലേക്ക് ഇടം നൽകിയ സ്ഥലം കൂടിയാണ് പാലക്കാട്. പാലക്കാടിൻ്റെ വിധിയെടുത്ത് ആർക്ക് അനുകൂലമാകുന്നതാണ് നമ്മൾ പരിശോധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും ഇന്ന് ഇലക്ഷൻ ചാനൽ പാലക്കാടെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.